കേരളത്തിൽ കാർഷികാധിഷ്ഠിത വ്യവസായത്തിന് കൂടുതൽ സാധ്യതകളുണ്ടെന്ന് കാർഷിക വികസന ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച കാർഷിക ബിസിനസ് അവസരങ്ങൾ സംബന്ധിച്ച സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സർക്കാർ സബ്സിഡി ഉപയോഗിച്ച് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യത്തെ ഫുഡ് പാർക്ക് വയനാട്ടിൽ ആരംഭിച്ചതായും സ്വന്തമായി 10 ഏക്കർ സ്ഥലമുള്ളവർക്ക് ഗവൺമെന്റ് സബ്സിഡിയോടെ പദ്ധതി തുടങ്ങാൻ സാധിക്കുമെന്ന് കർഷകരെ ഓർമ്മപ്പെടുത്തിയുമാണ് സംവാദം സജീവമായത്. ചേംബർ സംഘടിപ്പിച്ച കാർഷിക ബിസിനസ് അവസരങ്ങൾ സംബന്ധിച്ച സംവാദം ഡോക്ടർ അദീല അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഫുഡ് പാർക്കുകൾക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യം അറിയാമല്ലോ. പ്രൈവറ്റ് ഫുഡ് പാർക്കിന് ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി വരുന്നുണ്ട്. 30 കോടി രൂപയിൽ നമ്മളുടെ ലാൻഡ് 10 ഏക്കർ സ്ഥലമുള്ള ആൾക്കാർക്ക് അവരുടെ ലാൻഡിന്റെ വാല്യൂവിനെ ഷെയർ ആയിട്ട് കാണിച്ചുകൊണ്ട് ബാക്കിയിൽ 26 കോടി രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡി ആയിട്ട് തരും. പ്യോർ ഗ്രാന്റ്, വേറൊന്നുമില്ല. അപ്പൊ 30 കോടിയുടെ ഒരു പ്രൊജക്ട് എഴുതിയാൽ നിങ്ങളുടെ 3 കോടി ലാൻഡ് വാല്യൂ ആയിട്ട് കാണിച്ചുകൊണ്ട് ബാക്കിയിൽ 27 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് വരും പ്രൈവറ്റ് ഫുഡ് പാർക്ക്. അതില് വയനാട്ടിൽ അതിന്റെ ഫസ്റ്റ് ഫുഡ് പാർക്ക് കേരളത്തിൽ വന്നു. ചേംബർ ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഇല്ലാത്തൊടി, ഡോക്ടർ കെ മൊയ്തു, റാഫി പി ദേവസി, സുബൈർ കൊളക്കാടൻ, ഐപ്പ് തോമസ്, സി ചാക്കുണ്ണി, ഷഹീം കടായിക്കലകം തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുഷ് മേഖലയിൽ തൊഴിൽ സ്ഥിരത ഇല്ലാത്തതും ന്യായമായ സേവന